Hello guys, thanks for checking back on my channel, MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയും അതിനൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയുമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി എൻ്റെ ഒരു ഓൺ റെസിപ്പി തന്നെയാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ഗ്രിൽഡ് ചിക്കൻ, ബാർബിക്യൂ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഈ റെസിപ്പിക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ എങ്ങനെ കട്ട് ചെയ്ത് പ്രിപ്പറേഷൻ ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അടുത്തായി നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് 1 കിലോ ചിക്കൻ ഡ്രംസ് എടുത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമുക്ക് നേരെ നടുവിൽ തന്നെ നമുക്കൊന്ന് നൈഫ് കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ബോണിൻ്റെ സൈഡോട് ചേർന്ന് നമ്മളുടെ നൈഫ് വെച്ച് സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മളുടെ നൈഫ് വെച്ച് വീണ്ടും താഴേക്ക് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നൈഫിൻ്റെ മടഭാഗം കൊണ്ട് നമ്മളുടെ ചിക്കൻ്റെ മീറ്റ് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ മീറ്റ് പെട്ടെന്ന് ടെൻഡർ ആകാനും പെട്ടെന്ന് മസാലയെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ടും അതുമാതിരി കുക്കിംഗ് ടൈം കുറയ്ക്കാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന വഴി നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായുള്ള 1 കിലോ ചിക്കൻ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ്റെ മാരിനേഷൻ ഉണ്ടാക്കുവാനായിട്ട് ഒരു ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറോ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 12 കുഞ്ഞുള്ളി, ചെറുതായി കട്ട് ചെയ്തെടുത്ത 4 ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി 10 അല്ലി, മീഡിയം സൈസിലുള്ള ഇഞ്ചി നമ്മൾ ചെറുതായി കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോയുടെ 4-1, 1 പിടി മല്ലിയില, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തായി നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് 1/2 കപ്പ് യോഗട്ടാണ്. പുളി വളരെ കുറവുള്ള യോഗട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗട്ടും കൂടെ ഇട്ടതിന് ശേഷം നമ്മളുടെ മസാല നന്നായിട്ട് നമുക്കിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളുടെ മാരിനേഷൻ ഇവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ചിക്കനിലേക്ക് നമ്മളുടെ മാരിനേഷൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 3 ഉണങ്ങി 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഇന്ന് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. അതുമാതിരി തന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ മീറ്റിൻ്റെ സർഫേസ് കിട്ടും. അതായത് നമുക്ക് കൂടുതൽ മാരിനേഷൻ മീറ്റിൻ്റെ പാർട്ടിലേക്ക് പിടിച്ച് നല്ലൊരു ഫ്ലേവറിൽ നമ്മളുടെ മീറ്റ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുമാതിരി തന്നെ നമ്മൾ കുക്കിംഗ് ടൈം കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ ബ്രസ്റ്റ്, ഹോൾ ചിക്കൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ തൈസ്, എന്തായാലും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പിയിൽ നമ്മുടെ മാരിനേഷൻ സെയിം ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അതുമാതിരി തന്നെ നമ്മളിന്ന് ചിക്കൻ കുക്ക് ചെയ്ത് ഗ്രിൽ പാനിൽ വെച്ചിട്ടാണ്. പക്ഷേ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാർബിക്യൂ ഗ്രില്ലിൽ വെച്ചിട്ടോ, ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫയറിൽ വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏത് രീതിയിൽ കുക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. പക്ഷെ നമ്മളുടെ മാരിനേഷൻ സെയിം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു സാലഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ മീൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വളരെയധികം മീറ്റ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലതല്ല. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു സാലഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാലഡ് വളരെയധികം നല്ലൊരു സാലഡ് തന്നെയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയുമാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ബാർബിക്യൂ ചിക്കനോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാലഡ് തന്നെയാണ്. അപ്പോൾ ഈ സാലഡും നിങ്ങൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിനൂടെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി ചിക്കനോടെ കഴിക്കാൻ പറ്റിയൊരു ഈസി സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാലഡ് ഉണ്ടാക്കുവാനായിട്ട് ഒരു 5 ക്യൂക്കംബർ നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അടുത്തായി ഒരു ലെറ്റ്യൂസിൻ്റെ പകുതി നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അടുത്തായി നമുക്ക് 20 ചെറി ടൊമാറ്റോ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ചെറി ടൊമാറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ടൊമാറ്റോയും ചെറിയ പീസായി കട്ട് ചെയ്ത് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
കട്ട് ചെയ്ത സാലഡിന് ഒരു ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. 4 ടേബിൾ സ്പൂൺ വെർജിൻ ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ, ഫ്രഷായി പൊടിച്ചെടുത്ത 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലും വിനെഗറും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ വിസ്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്ത് നന്നായി ഇൻകോപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ്, കട്ട് ചെയ്ത ക്യുക്കമ്പർ, ചെറി ടൊമാറ്റോ, കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ആണ്. ഇതിന് പറയുന്നത് വിനെഗ്രേറ്റ് ഡ്രസ്സിംഗ് എന്നാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു ഗ്രിൽ പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് വെക്കാം. ചിക്കൻ പാനിലേക്ക് വെച്ചതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിത് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്യാം. കേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ലൊരു ചാർക്കോൾ കളർ നമുക്ക് ചിക്കനിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറിച്ചിട്ടതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളുടെ രണ്ടാമത്തെ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഇനി നമ്മളുടെ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്ലേറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കാം. പ്ലേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാലഡ് കുറച്ച് പ്ലേറ്റിലേക്ക് വെക്കാം. അടുത്തായി നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. നമുക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ കൂടെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഹെൽത്തി ഗ്രിൽ ചിക്കൻ ആൻഡ് സാലഡിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മസാലയും സ്പൈസസ് ഒക്കെ കറക്റ്റ് എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീടിന്റെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കടയിലൊന്നും പോയിട്ട് ഗ്രിൽഡ് ചിക്കൻ വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈവൻ ഗ്രിൽ ഇല്ലെങ്കിൽ കൂടെ തന്നെ ഞാൻ കാണിച്ച മാതിരി നമ്മളുടെ സോസ് പാനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫെയറിൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ച മാതിരി എക്സാക്റ്റ് മെഷർമെന്റ്, എക്സാക്റ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ജ്യൂസിയാണ്, ടെൻഡറാണ് മീറ്റ്. അതുമാതിരി തന്നെ മസാലയുടെ മെഷർമെന്റ് പെർഫെക്റ്റ് ആണ്. ഇതെല്ലാം കൊണ്ടും അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഫുഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ റെസിപ്പി അയച്ചു കൊടുക്കുക. അതുമാതിരി തന്നെ ഓരോ ലൈക്സ് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മളുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. So eat good food, stay healthy, and I'll see you with a different video. Bye bye.